الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لا يخلقون الذباب شيئا إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب وقال النبي صلى الله عليه وسلم من رأى منكم منكرا فليغيره بيده فإن لم يستطع فبلسانه فإن لم يستطع فبقلبه وذلك أضعف الإيمان أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ ഇത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെ ഭൂമിയിലേക്ക് താൽക്കാലികമായ ഒരു ജീവിതമായിട്ട് അയച്ചതാണ്. കാലാകാല ജീവിതം ആഖിറത്തിലുള്ളത്. അതിലേക്കുള്ള ഒരുങ്ങാനുള്ള സമയവും സന്ദർഭവുമാണ് ഈ ജീവിതം എന്നുള്ളത്. മനുഷ്യരെല്ലാവരും ഭൂമിയിൽ ഒറ്റക്ക് വന്നതാണ്. അതേപോലെ എല്ലാവരും ഒറ്റക്ക് തന്നെ മടങ്ങി പോകാനുള്ളതാണ്. ഭൂമിയിൽ വന്നതിന് ശേഷം മനുഷ്യർക്ക് ബന്ധങ്ങൾ നൽകപ്പെട്ടു. ഭൂമിയിൽ വരലോടുകൂടി മാതാപിതാക്കളുടെ മകനായി അല്ലെങ്കിൽ മകളായി, കുറച്ചു കാലം കഴിയുമ്പോൾ സഹോദരൻ സഹോദരിയായി, കുറച്ചുകൂടി കഴിയുമ്പോൾ ഭാര്യ ഭർത്താവായി, കുറച്ചും കൂടി കഴിയുമ്പത്തിനും ഉമ്മയും വാപ്പിയായി, കുറച്ചുകൂടി കഴിയുമ്പത്തിനും പാപ്പിയും ഉമ്മാമയായി. ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ മനുഷ്യരിൽ കഴിഞ്ഞു പോവാൻ. പക്ഷെ ഈ ബന്ധങ്ങളൊക്കെ ഭൂമിയിൽ അവസാനിക്കും. എല്ലാ ബന്ധങ്ങളും തീർന്ന സ്ഥലമാണ് ഭൂമി എന്ന് പറഞ്ഞത്. നാളെ മഹ്ശറയിൽ ഈ ബന്ധങ്ങളൊന്നും മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാവില്ല. ദീനുണ്ടെങ്കിൽ മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്, ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. അവരുടെ കുടുംബ ബന്ധം ഉണ്ടാവില്ല. വലാ യതസാഅലൂൻ, ഒരു പരസ്പരം ചോദിക്കൂല. വലാ യതസാഅലൂൻ എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ തമ്മിൽ ചോദിക്കൂല. ഇവിടെ നമ്മൾ ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഭാര്യ ഭർത്താവിനോട് ചോദിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന്, ഭർത്താവ് ചോദിക്കും നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ കുശലാന്വേഷണങ്ങളൊക്കെ നടക്കും. മക്കളോട് ചോദിക്കും, ഉപ്പാനോട് ചോദിക്കും. പക്ഷേ മഹ്ശറയിൽ ആരും ആരോടൊന്നും ചോദിക്കും. ഈമാൻ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഭയങ്കര ബേജാറിലേക്കും, അമലുകൾ കുറഞ്ഞ ആൾക്കാർ അവരും ഭയങ്കര ബേജാറിലേക്കും. കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യത്തെക്കുറിച്ച് ഭയപ്പെടുന്ന സ്ഥലമാണ് മഹ്ശറ എന്ന് പറയുന്നത്. അവിടെ ഉമ്മ, അവിടെ വാപ്പ, അവിടെ ഭാര്യ, അവിടെ ഭർത്താവ്, അവിടെ മകൻ, അവിടെ മകൾ, സഹോദരൻ സഹോദരി, ആ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യവദ്ദുൽ മുജ്രിം, കുറ്റവാളിയായ ആൾക്കാർ ആഗ്രഹിക്കും. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി. ഒരാള് നാളെ അയാളെ നരകത്തിലേക്ക് തീരുമാനമാവും. അയാൾ പറയും, എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യനെയും എൻ്റെ കുടുംബത്തെയും എല്ലാരെയും
ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും പടച്ചവനെ നീ നരകത്തിൽ കിട്ടോ, ഇന്നൊരാളെ മാത്രം രക്ഷപ്പെടുത്തിയാൽ മതിയേനേന്ന് മുജിരിമായ തെമ്മാടിയായ പടച്ചവന്റെ കൽപ്പനകളെ വില വെക്കാതെ ജീവിച്ച ആണും പെണ്ണും ആഗ്രഹിക്കുന്നു ഖുർആൻ പറയാൻ. അതിലേക്കാണ് സത്യത്തിൽ നമ്മളെല്ലാം നടന്നു നീങ്ങണത്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിന് എന്താണ് ലക്ഷ്യം? ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ മകൻ വാപ്പ ഉമ്മ, ഈ ബന്ധങ്ങൾ സത്യത്തിൽ ഇതിനു വേണ്ടി വന്നതല്ലല്ലോ. നമ്മളെല്ലാരും വന്നത് ആഖിറത്തിലേക്ക് തയ്യാറാവാനാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹിനെ തൃപ്തിപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് സഹാബാക്കളെ പറ്റി പറഞ്ഞത്, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. والسابقون الأولون من المهاجرين والأنصار, മുഹാജിരീങ്ങൾ അൻസാറുകളും മുൻകടന്നവർ, വല്ലദീന തബഅൂഹും ബിഇഹ്സാൻ, നന്മ കൊണ്ട് അവരെ പിൻപറ്റിയവരും. അവരെ പറ്റി അള്ളാഹു എന്താ പറഞ്ഞത്? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളൂ അൻ, അവരാണെങ്കിൽ അള്ളാഹുവിനും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആകെ ഭൂമിയിൽ നടക്കാനുള്ള രണ്ട് പരിപാടി തന്നെ. ഒന്ന് അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെടുക, നമ്മള് അള്ളാഹുവിനെ തൃപ്തിപ്പെടലാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹിനെ തൃപ്തിപ്പെടുത്തലാണ്. അത് നമ്മൾ രാത്രിയായാലും കുഴപ്പമില്ല, പകലായാലും കുഴപ്പമില്ല, ഭാര്യയായാലും കുഴപ്പമില്ല, ഭർത്താവായാലും കുഴപ്പമില്ല, വാപ്പായാലും കുഴപ്പമില്ല, ഉമ്മായാലും കുഴപ്പമില്ല, മകനായാലും കുഴപ്പമില്ല, മകളായാലും കുഴപ്പമില്ല, സഹോദരനായാലും സഹോദരിയായാലും കുഴപ്പമില്ല, ഏത് ജോലിയായാലും കുഴപ്പമില്ല, വൃദ്ധനായാലും വൃദ്ധയായാലും കുഴപ്പമില്ല, യുവാവാണെങ്കിലും യുവതിയാണെങ്കിലും കുഴപ്പമില്ല. ആരാണെങ്കിലും ജീവിതത്തിൽ ആകെ ചെയ്യാനുള്ള ഒരു കാര്യം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താന്ന് മാത്രമേ. ജീവിതത്തിന്റെ മക്സദ്, ജീവിതത്തിന്റെ ലക്ഷ്യം അത് അള്ളാഹിനെ തൃപ്തിപ്പെടുത്തലാണ്. ജിന്ദഗി കാ മക്സദ് അപ്നാ റബ്ബ് കോ റാസി കർനാ ഹൈ. ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മളെ റബ്ബിനെ തൃപ്തിപ്പെടുത്തലാണ്. ഹർ ഹാലത്തിന്, എല്ലാ അവസ്ഥയിലും. നമ്മളൊക്കെ നോക്കാനുള്ളത് ഒരു കാര്യമാണ്, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോന്ന് മാത്രം. എന്ത് കാര്യമാണെങ്കിലും. എത്ര റാഹത്താണ് ആ ജീവിതം എന്നറിയോ? ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ നോക്കുക. ഒരാൾ പട്ടിണി നടക്കുമ്പോഴും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ നിൽക്കുക. ഒറ്റക്കാവുമ്പോഴും ഈ അവസ്ഥയിൽ നിന്ന് അള്ളാഹു തൃപ്തിപ്പെടുക നോക്കുക. ഒരാള് കൂട്ടത്തിലാണുള്ളത്, അപ്പോഴും ഈ അവസ്ഥയിൽ അള്ളാഹിനെ തൃപ്തിപ്പെടുക നോക്കുക. ഒരാൾ യാത്രയിലാണുള്ളത്, അപ്പോഴും അള്ളാഹ് തൃപ്തിപ്പെടുക നോക്കുക. ഒരാൾ നാട്ടിലാണുള്ളത്, അപ്പോൾ അള്ളാഹ് തൃപ്തി. നമ്മുടെ ജീവിതത്തിന്റെ ആകെ ലക്ഷ്യം അള്ളാഹിനെ തൃപ്തിപ്പെടുത്തലാണ്. അള്ളാഹുവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റും? അതിന്റെ പേരാണ് ദീൻ എന്ന് പറഞ്ഞത്. അതിന്റെ പേരാണ് ദീൻ പറഞ്ഞത്. നമ്മൾ ദീൻ എന്തോ വേറെ സാധനം വിചാരിക്കാണ്, കുറെ എന്തോ അമലുകളാണെന്ന് വിചാരിക്കും. അല്ലല്ലോ, ദീൻ അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു തആല വ്യക്തമായിട്ട് പറഞ്ഞു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും. ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് പറഞ്ഞതാണല്ലോ. ഇന്നത്തെ ദിവസം ദീനിനെ പൂർത്തിയാക്കി, ദീനിനെ കാമിൽ മുക്കമ്മലാക്കി. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ പൂർത്തിയാക്കി. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നതാണ്. അള്ളാഹു താല നമുക്ക് ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് തന്നത് എന്തിനാണ് പറഞ്ഞാൽ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹ് നമ്മളെന്താക്കും? അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെടും. അപ്പൊ നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹിനെ തൃപ്തിപ്പെടുത്തലാണ്. അതല്ലാതെ ഓരോ ലക്ഷ്യമില്ല. അതിനിടയിൽ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും. ആവശ്യങ്ങളെയും അള്ളാഹു തൃപ്തിപ്പെടുന്നതാക്കി തന്നു. വിവാഹം അള്ളാഹ് ഇഷ്ടപ്പെട്ട അമലാക്കി തന്നു. വിവാഹം കഴിക്കുന്നവർക്ക് അള്ളാഹു ഒരുപാട് അമലുകളുടെ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. ഒരു അവിവാഹിതനും ഒരു വിവാഹിതനും തമ്മിലുള്ള അമലിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ബന്ധങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്, മനുഷ്യന്റെ ആവശ്യങ്ങളാണ് അതൊക്കെ. അതിന് അള്ളാഹു പ്രതിഫലം തന്നു. അള്ളാഹിന്റെ തൃപ്തി വെച്ചത്, അള്ളാഹുവിന്റെ തൃപ്തി വെച്ചു എല്ലാ കാര്യത്തിലും. ഭക്ഷണം കഴിക്കൽ അള്ളാഹു താല വ്യക്തമായിട്ട് പറഞ്ഞു, കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളി, നിങ്ങൾ കുടിച്ചോളി. വലാ തുസ്രിഫു, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. വലാ തുസ്രിഫു, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. എല്ലാം മനുഷ്യൻ എന്തൊക്കെ മനുഷ്യന് ഹലാലായി മനുഷ്യന് ആവശ്യങ്ങളായിട്ടുണ്ടോ അതിനൊക്കെ അള്ളാഹു പ്രതിഫലം തരാം. കുടുംബജീവിതത്തിൽ അള്ളാഹു നന്മ തരാൻ പറഞ്ഞു. കുടുംബജീവിതത്തിൽ നന്മ തരാന്ന് പറഞ്ഞു അള്ളാഹു താല, പ്രതിഫലം തരാന്ന് പറഞ്ഞു. അപ്പൊ ദീൻ എത്ര വലുതാണ് നിങ്ങൾ ആലോചിച്ചു.
അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ എത്ര എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷെ മനുഷ്യർ ശ്രദ്ധിക്കുന്നില്ല, അത് മാത്രം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളോട് പറഞ്ഞു, ഒരാള് അവരുടെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് അവരുടെ വികാര പൂർത്തീകരണം നടത്തുന്നതിന് നന്മ കിട്ടുന്നത്. അത്ഭുതത്തോടെ സഹാബാക്കൾ വിളിച്ചു, അതിന് നന്മ കിട്ടുമോ? നബി തങ്ങൾ സാഹചര്യം വിളിച്ചു, ആസ്ഥാനത്ത് ഒരാൾ അയാളുടെ വികാരം പൂർത്തിയാക്കുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ ഉണ്ടാവുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഉണ്ടാവുന്നത്. അപ്പൊ നന്മ എന്തായാലും ഉണ്ടാവില്ല. എത്ര വലിയ ദീനാണിത്! അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ഒരാള് സഹാബാക്കൾ അത്ഭുതത്തോടെ ചെയ്യുന്നത്. ഞങ്ങളെ വികാരങ്ങൾ പൂർത്തിയാക്കണേ നമുക്ക് പ്രതിഫലം ഉണ്ടാവും. ഒരാൾ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ആഹാരത്തിന് അള്ളാഹു തആല സദഖന്റെ കൂലി തരാന്ന് പറഞ്ഞു. ഭർത്താവിന്റെ വായിൽ വെച്ച് കൊടുക്കുന്ന ആഹാരത്തിന് സദഖന്റെ കൂലി തരാന്ന് പറഞ്ഞു. എല്ലാത്തിനും നന്മ വെച്ചില്ലേ? പക്ഷെ അള്ളാഹനെ അനുസരിക്കുന്നതിലാണ് ഈ നന്മ ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഒരു മുസ്ലിമായ സഹോദരൻ അയാളെ ഭാര്യയുടെ വായിൽ ആഹാരം വെച്ച് കൊടുക്കണ്ടേ? അയാൾക്ക് എന്ത് കിട്ടാനാണ്? ഇതേപോലെ അധ്വാനിച്ച് ഭാര്യനെ നോക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്ത് കിട്ടാനാണ്? ഭർത്താവിന് ഒരു വസ്ത്രങ്ങൾ അലക്കി കൊടുത്ത് ആഹാരം പാചകം ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്, അവർക്ക് എന്ത് കിട്ടാനാണ്? കിട്ടൽ എപ്പോഴാണ്? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. നമ്മൾ ജീവിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. വജ്ജഹ്തു നമ്മൾ ഫസ്റ്റ് കയ്യേറ്റ ഉടനെ തന്നെ ചെല്ലുന്നത് അതാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. എത്ര വലിയ വാക്കാ പറഞ്ഞ, കൈ കെട്ടിട്ട് എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നു, എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിലേക്കാണ് എന്റെ മുഖം തിരിച്ചത്. ഏത് മുഖാണത്? നമ്മളെ മുഖം സത്യത്തിൽ തിരിച്ചിരിക്കുന്നത് കാബയിലേക്കാണ്, ഖിബിലയിലേക്കാണ്. ഏതാ മുഖം? ആ മുഖത്തിന്റെ പേരാണ് ഹൃദയത്തിന്റെ മുഖം. ഹൃദയത്തിനൊരു മുഖമുണ്ട്, ഹൃദയത്തിന്റെ മുഖം. അത് നമ്മൾ തിരിക്കേണ്ടത് ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹുവിലേക്കാണ്. നമ്മളൊക്കെ സത്യത്തിൽ ഖിബിലക്ക് നേരെ തിരിച്ചിട്ടുണ്ട്. ബാഹ്യമായ മുഖം കാബയിലേക്കാണ്, പക്ഷെ ഹൃദയത്തിന്റെ മുഖം വസ്തുക്കളിലാണുള്ളത്. കച്ചവടക്കാരൻ കച്ചവടത്തിലുള്ളത്, അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ അടുക്കളയിലാണുള്ളത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലികളിലാണുള്ളത്. നിസ്കരിക്കാൻ കൈയ്യട്ടിയിട്ടുണ്ട്. ബാഹ്യമായ മുഖം കിബിലയിലേക്കാണുള്ളത്, നെഞ്ഞും കിബിലയിലേക്കാണുള്ളത്. പക്ഷെ ഹൃദയം ഉള്ളത്, ഹൃദയത്തിന്റെ മുഖം തിരി. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഇറങ്ങിയപ്പം പറഞ്ഞ വാക്കാണത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കാരണം രാജാവിനെതിരായാണ്, ഈ വിഗ്രഹങ്ങളെ കൊണ്ടൊന്നും നടക്കൂല എന്ന് പറയാണ്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞാണ് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. അത് ഖിബിലക്ക് നേരെ തിരിഞ്ഞൊന്നല്ലേ, അത് പറഞ്ഞതാണ്. എന്റെ ഹൃദയത്തിന്റെ ദിശ ഞാൻ എങ്ങോട്ട് തിരിച്ചു? എന്റെ അള്ളാഹുവിലേക്ക് തിരിച്ചു. അവൻ ആരാണ്? അവൻ സാധാരണക്കാരനല്ല, അവൻ ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്. നമ്മളെന്താ അള്ളാഹനെ മനസ്സിലാക്കിയത്? ആകാശങ്ങൾ അവന്റേതാണ്, ഭൂമി അവന്റേതാണ്, എല്ലാം അവന്റേതാണ്. അവൻ നമ്മളതായിട്ട് എന്താ ഉള്ളത്? ഫുൾ നിയന്ത്രണം അവന്റെ കയ്യിലാണ്. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവൻ അവനാണ്. അവനിലേക്കാണ് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നത്. അത് വല്ലാത്തൊരു തിരിക്കലാണ്. അവൻ മതി, അതാണ് അതിന്റെ അർത്ഥം. ഞാൻ വേറൊന്നും കണ്ടിട്ടല്ല ജീവിക്കണത്. അതാണ് കൈ കെട്ടി നിന്നിട്ട് നമ്മൾ അള്ളാഹിനോട് പറയുന്നത്. എന്നിട്ട് പറയാണ് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ സൽക്കർമ്മങ്ങൾ, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണത്. ഭാര്യക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഉപ്പാക്ക് വേണ്ടിയിട്ടോ ഉമ്മാക്ക് വേണ്ടിയിട്ടോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല ജീവിക്കണത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നും പസറിന് നമ്മൾ കൈകെട്ടി നിന്നിട്ട് ഒതുങ്ങി നിന്ന് പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് അറിയില്ല നമ്മൾ എന്തായി പറയുന്നത്. നമ്മൾ ചിന്തിക്കില്ല ഞാൻ എന്തായി പറയുന്നത്, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. സത്യം നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം പറയണം. പക്ഷെ നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ്, നിനക്കല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ ജീവിക്കൂല. അതാണായാലും പെണ്ണായാലും ഓരോരുത്തരും വ്യത്യസ്തമാണ്. എന്റെ ഭർത്താവ് അങ്ങനെ ഇരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ ഭാര്യ എങ്ങനെ ഇരുന്നു
ഓള് ദീനിന് ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയി പഠിച്ചോനെ. അവൻ പറഞ്ഞ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. എല്ലാവരും ഹിസാബ് വേറെ. അതുകൊണ്ടല്ലേ നബിമാരുടെ സംഭവം ഖുർആനിൽ പറഞ്ഞത്. ലൂത്ത് നബിയും നൂഹ് നബിന്റെ അവസ്ഥ എന്താണ്? നൂഹ് നബി ഒക്കെ പറഞ്ഞാൽ ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ്. ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ അനുസരിച്ചില്ല, അദ്ദേഹത്തിന്റെ മകൻ അനുസരിച്ചില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ ഇഷ്ടപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ഭാര്യന്റെ വഴിക്ക് പോയി, മകന്റെ വഴിക്ക് പോയി. അള്ളാഹു തആല മകന് വേണ്ടി ദുആ ചെയ്തവൻ പറഞ്ഞല്ലോ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ അഹ്ലിൽപ്പെട്ടതല്ല. എന്താ, സ്വന്തം മോനാണ്. DNA ടെസ്റ്റ് ഒക്കെ നടത്തിയാൽ ആരുടെ മോൻ തന്നെയാണ്? നൂഹ് അലൈഹി സ്വലാമിന്റെ മോൻ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ അള്ളാഹു തആല നോക്കണേ ഈമാനാണ്, അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഭാര്യ കാനത്ത് മിനൽ ഗാബിരീൻ എന്ന് പറഞ്ഞു ഖുർആൻ. അവര് പിന്നെ നടന്നൊരു ഉപദ്രവിക്കണാണ്. ആരെ? നൂഹ് അലൈഹി സ്വലാം. ഒരു ഭാര്യ ഒരാളെ പിന്നെ നടന്നിട്ട് ഉപദ്രവിക്കാൻ നല്ലതേക്കും. ഇയാളെ എനിക്കറിയാം. പക്ഷെ ഒരു ഭാര്യക്കാരൻ അത്ര വേറെ ആർക്കും അറിയില്ല. രഹസ്യ ജീവിതത്തിലുള്ള ആളാണ്. ഒരു പറയാണ് ഇയാൾ ബുദ്ധിയില്ലാത്ത ആളാണ്, ഇയാൾ പൊട്ടനാണ്, ഇയാൾ ഭ്രാന്തനാണ്, ഇയാൾ അതാണ്, ഇയാൾ ഇതാണ്. എന്തേക്കും അവസ്ഥ? അതിന്റെ പേരിൽ ഭർത്താവിനെ എന്താക്കില്ല, അള്ളാഹു തആല ഒഴിവാക്കില്ല. ഭർത്താവ് ദീനനുസരിച്ച് ജീവിച്ചാൽ ഭർത്താവിനെ അള്ളാഹു രക്ഷപ്പെടുത്തും. ഭാര്യ ദീനനുസരിച്ച് ജീവിക്കാണ്. ഏറ്റവും വലിയ അക്രമിന്റെ കൂട്ടത്തിൽപ്പെട്ട ഇതുവരെ ആരും പറയാത്ത വാക്ക് പറഞ്ഞ ആളാണ് ഫിറൗൻ. അന റബ്ബുക്കുമുൽ ആല, മേലായ തമ്പുരാൻ, ഏറ്റവും വലിയ റബ്ബ് ഞാനാന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മേലായ റബ്ബ്, വലിയ റബ്ബ് ഞാനാന്ന് പറഞ്ഞ ആകെ ഒരാളേ ഉള്ളൂ, അത് ഫിറൗനാണ്. ആ ഫിറൗന്റെ വീട്ടിലാണ് ആസിയ ബീവി ഉണ്ടായിരുന്നത്. അവർ സഹിച്ചു ശ്രമിച്ചു. അവർക്ക് ദുനിയാവിൽ എല്ലാ സുഖങ്ങളും ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല് അല്ലാഹു അക്ബർ, ഒരു ദുനിയാവിന്റെ അവസ്ഥയിൽ ഭർത്താവിന്റെ സൗകര്യങ്ങളിൽ മയങ്ങി വീണ ആൾക്കാരാണ് സ്ത്രീകൾ. കാരണം അവർ ബലഹീനകളാണ്, അവർക്ക് വേറെ സംവിധാനങ്ങളൊന്നും ഇല്ല. ഭർത്താവ് എന്താ പറഞ്ഞാൽ അനുസരിച്ച് നിന്ന് കൊടുക്കണം. പക്ഷെ ആസിയ ബീവി നിന്ന് കൊടുത്തില്ല. സൗകര്യങ്ങളില്ലായിട്ടല്ല. ഇന്ന് നല്ല ദീനുള്ള ആൾക്കാർ വരെ ഭർത്താവ് ദീനില്ലായ്മയിലേക്ക് പോവുകയാണെങ്കിൽ ഭർത്താവിന്റെ സമ്പത്ത് നോക്കിയിട്ട് ഓരോ കൂടെ ജീവിക്കാൻ വേണ്ടി മെനക്കെടുക. ഭർത്താവ് പിന്നെ ആവും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഏത് ദീനില്ലായ്മയെ കൊണ്ടിട്ടാണ്. ഇല്ല. ഒരു അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെ കഴിയില്ല. അയാൾ പോകണ, അയാൾ പോയിക്കോട്ടെ, വേറെ പ്രശ്നം. ഏറ്റവും സൗകര്യത്തോട് ഇന്നും മിസ്റിൽ പോയാൽ അറിയാം. മിസ്റിൽ ക്രൂയിസറിലൊക്കെ ഈ പിന്നെ യാത്ര ചെയ്താൽ, നെയിലിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് കാണാം. പല സ്ഥലത്തും നമ്മളെ വണ്ടി ഇറക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടാൽ കടല് നെയിൽ നദി കൂടെ പോയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി അതെങ്ങനെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വലിയ വലിയ തൂണുകൾ കാണാം. ഒരു 4 ആൾ 5 ആൾ പിടിച്ചാൽ എത്താത്ത തൂണുകൾ ഇപ്പുണ്ട്. ഖുർആൻ പറഞ്ഞതും തൂണുകളുടെ ഉടമയായ, ഇത്ര നമ്മള് യാത്രയില് ഇങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഇന്നത്തെ കാലത്ത് ക്രെയിൻ ഇല്ല, സെറ്റപ്പ് ഇല്ല, ഇതെങ്ങനെ ഉണ്ടാക്കിയത്? അത്ര വലിയ തൂണുകൾ നെയിലിന്റെ ഓരങ്ങളിലുണ്ട് പല സ്ഥലങ്ങളിലായി. അങ്ങനെ ഫുൾ സെറ്റപ്പോട് കൂടി ഭരിച്ച ആളാണ് ഫിറൗൻ. എത്ര നല്ല കൊട്ടാരമുണ്ട്, എത്ര വലിയ സൗകര്യങ്ങളുണ്ട്, പിരമിഡുകള്, ഇതൊക്കെ ഉണ്ടായിട്ടും ആസിയ ബീവി പറഞ്ഞത് എന്താണ്? ആസിയ ബീവി പറഞ്ഞത് ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ഒരു വീട് ചോദിച്ചത് എന്റെ ഓർമ്മയിൽ ആകല്ലത് ആസിയ ബീവി മാത്രമാണ്. കാരണം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഓള് അതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഏതായിട്ട്? വീടായിട്ട്. ഒരേ വലിയൊരു ഫിക്കറിലുള്ള സാധനമാണ് എന്ത്? വീട്. ഇവിടെ കൊട്ടാരങ്ങളുണ്ട്. ആർക്ക്? ഫിറോന്. ഇന്നത്തെ രാജാക്കന്മാരെക്കാളും സെറ്റപ്പിലാണ് അന്നത്തെ രാജാക്കന്മാർ. കൊട്ടാരങ്ങളുണ്ട്. പക്ഷെ എന്നിട്ട് ഒരു ചോദിച്ചത് റബ്ബിബിനില്ലേ എന്തൊക്കെ ബൈത്തം, പക്ഷേ നിന്റെ അടുക്കൽ എനിക്കൊരു വീട് വേണം. ഇവിടെ വീടില്ലാത്ത പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഈ വീടൊന്നും വേണ്ട. ഫിറോന്റെ കൊട്ടാരത്തിൽ ആസിയ ബീവി എത്ര കഷ്ടപ്പെട്ടാ ജീവിച്ചറിയോ? സൗകര്യങ്ങളില്ലായിട്ടല്ല, വിശ്വാസത്തിൽ. ആ ഫിറോവിനെ ഇലാഹായി അംഗീകരിക്കണ മുഴുവൻ ആൾക്കാരുടെ ഇടയിൽ പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുക പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടൊന്നല്ല. അതുകൊണ്ടാണ് അവരുടെ ദുആയിൽ അതുള്ളത്. റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിറഔന വഅമലി.
ഫിറോവിനെയും ഫിറോവിന്റെ ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളായ ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണേ? കാക്കണേ. അക്രമകാരികളായ ജനങ്ങളിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വലിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, ആ മൊത്തം ആക്രമിക്കണം അവരെ. അതുകൊണ്ടാണ് അവര് എന്ത് ചെയ്യാത്തത്? അവര് സായി കെട്ടിട്ടാണ് അള്ളാഹുവിനോട് പറഞ്ഞത്, എനിക്ക് നിന്റെ അടുക്കൽ വീട് മതി ഭക്ഷണം. ഇവിടെ കൊട്ടാരില്ലായിട്ടല്ല, ഇവിടെ ഭക്ഷണം ഇല്ലായിട്ടല്ല, ഇവിടെ ഇതെല്ലാം ഉണ്ട്. പക്ഷേ അത് ഈമാന്റെ അവസ്ഥയിലല്ലെങ്കിൽ പിന്നെ ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കിയേണ്ട വലിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, ആണായാലും പെണ്ണായാലും നമ്മൾ അള്ളാനെയാണ് തൃപ്തിപ്പെടുത്തണ്ടേ. ഭാര്യനെ, ഭർത്താവിനെ, മക്കളെയോ വേറെ ആരെയല്ല, അവരൊക്കെ തൃപ്തിപ്പെടുത്തുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്യുന്നത്, ഭാര്യക്ക് അവളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത്, അവളെ സ്നേഹിക്കുന്നത്, അവള് ഭർത്താവിനെ സ്നേഹിക്കുന്നത്, ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ആയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നമായി. ആയിഷ റളിയല്ലാഹു അൻഹ വിധങ്ങൾ സാധനങ്ങളെ സ്നേഹിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഉമ്മാത്തുൽ മുഅ്മിനീൻ മുഴുവൻ സ്നേഹിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടല്ല അള്ളാഹു തആല പറഞ്ഞത് അവരെ വിട്ടേക്ക് നബിയെ. അവർക്ക് സാമ്പത്തികമായി പട്ടിണിയും പ്രയാസമൊക്കെ ആയപ്പോ ചെലവൊന്ന് കൂട്ടണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു തആല പറഞ്ഞു അവരെ വിട്ടേക്ക്. അവര് ദുനിയാവിന്റെ വസ്തുക്കളെയാണ് ആഗ്രഹിക്കുന്നത്, അല്ല അള്ളാഹുവിനെ അള്ളാഹുന്റെ റസൂൽ സാധനങ്ങളെയാണ് ആഗ്രഹിക്കണമെങ്കിൽ അള്ളാഹിനെ അള്ളാഹുന്റെ റസൂലിനെ എടുത്തോട്ടെ, അല്ലെങ്കിൽ അവരെ ദുനിയാവിൽ വിട്ടേക്ക്. അപ്പൊ എല്ലാ ഉമ്മാത്തുൽ മുഅ്മിനീനും പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് അള്ളാഹിനെ അള്ളാഹുന്റെ റസൂലിന് മതി, പട്ടിണിയെങ്കിൽ പട്ടിണി. ഇതാണ് പരീക്ഷണം. ഇതെന്തിനാണ്? ഓരോ പരീക്ഷ എന്തിനാണെന്നാ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തിനാണ് ഒരു ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നത്? അയാളുടെ ദീനനുസരിച്ച് ജീവിക്കാനാണോ, അല്ലെങ്കിൽ നിങ്ങൾ ദുനിയാവിന്റെ ഹരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? എല്ലാരും പരീക്ഷിക്കണമല്ലോ. ആണ്ണി പരീക്ഷിക്കണ്ട്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് അലൈഹി സ്വലാം ഭാര്യക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഓളെ ബാക്കിൽ പോകണം. പക്ഷെ അവർ പറഞ്ഞു ആരും നടക്കില്ല, വിട്ടോ. അവർ പോയി. ജീവിതത്തിന്റെ ഈ രംഗങ്ങളെ പടച്ചോൻ നമുക്ക് വ്യക്തമാക്കി തരാൻ ഓരോ രംഗങ്ങളിലുണ്ടാവും. സഹാബാക്കളുടെ ജീവിതത്തിലുണ്ട്. അബൂ സുഫിയാന്റെ മോൾ മുസ്ലിമായി. ആരെ മോള്? അബൂ സുഫിയാൻ മക്കയിലെ ഏറ്റവും അറിയപ്പെട്ട അബൂജഹൽ, അബൂ ലഹബിന്റെ ആ ദർജയിലുള്ള ആളാണ് ആര്? അബൂ സുഫിയാൻ. യുദ്ധരംഗങ്ങളിൽ മുഴുവൻ ബദറിന്റെയും മുഹദിന്റെയും ബാക്കി മുസ്ലിമുകളെ ഏറ്റുമുട്ടലിന്റെ മുഴുവൻ സൂത്രധാരണം ആരായിരുന്നു? അബൂ സുഫിയാൻ ആയിരുന്നു. മറ്റേ നജ്ജാശി രാജാവിന്റെ അടുക്കലേക്ക് സംസാരിക്കാൻ പോയ ആളും അബൂ സുഫിയാൻ ആയിരുന്നു. അദ്ദേഹം ഭയങ്കര സെറ്റപ്പ് ഉള്ള ആളായിരുന്നു. ആചാരഭാവം മനുഷ്യനാണ്, സമ്പന്നനാണ്. അയാളെ മകള് എന്താവാണ്? മുസ്ലിം ആവാണ്. ഈ മക്കത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇസ്ലാമിന്റെ ആരംഭത്തില് എതിർപ്പ് ശക്തമായി ഉണ്ട്. ബദറൊക്കെ പിന്നല്ല തുടങ്ങിയത്. മക്കി കാലഘട്ടത്തിൽ ഫസ്റ്റ് അവരുടെ മകൾ മുസ്ലിമായി. ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ അവർ മുസ്ലിമായി കഴിഞ്ഞപ്പോ പിന്നെ എന്തേക്കും അവസ്ഥകൾ ആലോചിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞു, മോളെ നീ എന്ത് മണ്ടത്തരാണ് ചെയ്യുന്നത്? ഇവിടെ ആരും ഇല്ല, കുറച്ച് അടിമകൾ മാത്രമാണ് ഉള്ളത് കൂടെ. ബിലാലും ഹബ്ബാബും സുഹൈബൊക്കെ പോണ കുറച്ച് അടിമകള് മാത്രല്ല ഈ മുഹമ്മദിന്റെ കൂട്ടത്തിലാണ് നീ ചേർന്നത്. നീ എന്ത് മണ്ടത്തരാ ചെയ്യുന്നത്? നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്പത്ത് എൻ്റെ ഇല്ലേ? ഞാൻ അതിന് മുഴുവൻ തരാം, നീ അത് വിട്ടേക്ക് മോളെ. പക്ഷെ ആ സ്ത്രീരത്നം അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു ഇല്ല. അവസാനം മക്കയിൽ നിൽക്കാൻ പറ്റാതായി. കാരണം പ്രധാനിന്റെ മോളാണ്. നബിതങ്ങൾ സാധനങ്ങൾ പറഞ്ഞു വേഗങ്ങൾ വിട്ടൊളിക്കുക. അങ്ങനെ അബ്സീനിയയിലേക്ക് ഹിജറ പോയി. ഫസ്റ്റ് അബ്സീനിയ എവിടെയാണ്? മക്കത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മക്കത്ത് നിന്നാണ് അബ്സീനിയക്ക് പോണേ. ഏത് വഴിക്കാ പോലെ? അബ്സീനിയയിൽ പോണേ മക്കത്ത് നിന്ന് ജിദ്ദന്ന് ജിസാൻ പോയിട്ട് പിന്നെ ജിസാനിന് അപ്പുറത്ത് പോയിട്ട് യമന്റെ ബോർഡർ പിന്നെ കടന്നിട്ട് ജിബൂത്തി കടലിടുക്ക് അപ്പുറത്ത് കടന്നിട്ട് എന്ത് ചെയ്യണം? അബ്സയിലെത്തണം. എത്ര പോവാണ്ട്? ജിസാനിൽ കാറേറ്റ് പോയാൽ തന്നെ നമ്മൾ തളരും. 700 കിലോമീറ്റർ മട്ടുണ്ടാവും അല്ലേ? അത്ര ദൂരല്ല. പിന്നെ അപ്പുറത്തേക്കും പോകണം. ഇതെങ്ങനെ പോണേ? നല്ല 4 വീലർ അടിച്ചുപൊളി വണ്ടി, AC, പോണ വഴിക്ക് കൂൾബാർ, ഫുഡ്, മന്തി, പൊടിപടലങ്ങളിൽ വെയിലത്ത്. അതും സ്വസ്ഥായിട്ട് പോകാൻ പറ്റൂല. കാരണം വഴിയോരങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവരും. ഒളിച്ചു പോവാൻ. അങ്ങനെ ഉമ്മു ഹബീബയും അവരുടെ ഭർത്താവ് ഉബൈദുല്ലയും നാട് വിട്ടുപോയി.
നിങ്ങൾ ആലോചിച്ച് നോക്കി, മക്കയിൽ ഓരോ വാപ്പന്റെ സ്ഥലം സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, അധികാരിയാണ് അബൂ സുഫിയാൻ. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചോടുകൂടി ഇനി പ്രശ്നമില്ല. വാപ്പനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, ഉമ്മനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, നാട് ഒഴിവാക്കി. അള്ളാഹ്ക്ക് വേണ്ടി യാത്ര ചെയ്തു. അള്ളാഹ്ക്ക് വേണ്ടി യാത്ര ചെയ്ത് അബ്സീനയിലെത്തി. അബ്സീനിയയിൽ നജ്ജാശി രാജാവ് എല്ലാവർക്കും താമസിക്കാനും ജീവിക്കാനുള്ള അവസ്ഥകൾ കൊടുത്തു. ഇന്നത്തെ അബ്ഷ. അവിടെ എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ്, നസ്രാണികൾ. അവരെ കൂടെ ഇടവൈകി ജീവിക്കാൻ തുടങ്ങി. അപ്പം ബറാബറുള്ള ആൾക്കാരാണ്, സ്വർഗം നരകമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ആര്? ക്രിസ്ത്യാനികള്. ഇഞ്ചിയിലുണ്ടവരേല് അന്നത്തെ കാലം ഇന്നത്തെക്കാളും ഉഷാറായിരിക്കുമല്ലോ അന്ന്. കടത്തിക്കൂട്ടലുകൾ കുറയല്ലോ. അവിടെ എങ്ങനെ ജീവിച്ചപ്പോ ഒരു ദിവസം ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കണ്ടു. ആകാശത്ത് നിന്ന് ഒരു കറുത്ത വസ്തു ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. സ്വപ്നത്തിൽ കാണാണ്. അത് കറങ്ങി 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 ഇറങ്ങി വന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹന്റെ മടിയിൽ വന്നിട്ട് അത് വീണു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതൊരു നല്ല കാര്യമല്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് പ്രയാസം എനിക്ക് വരാനുണ്ട്, ഈ സ്വപ്നം ഒരു നല്ല സ്വപ്നമല്ല എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ചോണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഉബൈദുള്ള വന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് ഇടപെട്ടു പഴകി, ഇവരുടെ ജീവിതങ്ങളൊക്കെ പഠിച്ചു, ഇഞ്ചിലിനെ കുറിച്ച് പഠിച്ചു. നോക്കുമ്പോ എനിക്ക് ഭയങ്കര സെറ്റപ്പാണ്. കാരണം ഇവിടെ തുടക്കത്തിലാണ്, എന്തിറങ്ങിയിട്ടില്ല, ഖുർആൻ ഫുൾ ഇറങ്ങിയിട്ടില്ല, ദീനിന്റെ കാര്യങ്ങൾ മുക്കമ്മലായിട്ടില്ല, ആകെ കുറച്ച് കാര്യമുള്ളൂ. അവിടെ ഫുൾ ദീനുണ്ട്. കാരണം ഇറങ്ങി കഴിഞ്ഞ കിതാബാണല്ലോ. അപ്പൊ അയാൾ അത് ഭയങ്കര ആശ്ചര്യത്തോട് കൂടിയിട്ട് പറഞ്ഞു, ഇതാ പെണ്ണെ ഞാൻ ക്രിസ്ത്യാനിയാവാൻ. അപ്പൊ അവര് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ഇങ്ങനെ ഈ സ്വപ്നം കണ്ടിട്ടുണ്ട്, ആകാശത്തുനിന്ന് വീണത് എനിക്ക് മനസ്സിലായി, എന്റെ മടിത്തട്ടിലേക്ക് വീണത് അത് വലിയ നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവര് പറഞ്ഞു, ഒരു കാര്യം, നീ എന്റെ കൂടെ നസ്രാനി ആവുന്നെങ്കിൽ നമുക്ക് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിരിയാൻ. ആ അവസ്ഥ ഏതാണെന്നറിയോ? ഉമ്മല്ല, വാപ്പല്ല, ഒരാളും ഇല്ല, ഭാഷ വരെ വ്യത്യാസമാണ്. അവിടെ അബ്സീനിയയിൽ ഒറ്റക്കൊരു സ്ത്രീ. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓലപ്പം ഗർഭിണിയും കൂടിയാണ്. ഒരാളും ഇല്ല. എന്തൊക്കെ അവസ്ഥകൾ ആലോചിച്ചു. കൂട്ടത്തിലാരും. ഭർത്താവ് ഇങ്ങനെ പറയാം, നമ്മളൊക്കെ അങ്ങനെ പറയും, തൽക്കാലം ഇയാളെ കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് നാട്ടിലൊക്കെ എത്തിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാ, തെർത്തീവ് ഉണ്ടാക്കാതെ ഇവിടുന്ന് മുതായി പോണ്ട, ഇക്കാമൊക്കെ അയാളെ പേരിലല്ല നമുക്ക്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, ഒരിക്കലും നമുക്ക് ഇസ്ലാം ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾ എന്താ ഈ പറഞ്ഞത്, നമ്മൾ നശിക്കും, നമ്മൾ അതാവും. ഫുൾ ആ സ്ത്രീനോട് പറയാൻ പറ്റില്ല. സ്ത്രീ ഓവർ ആകെ ഇയാൾക്ക് ഒരു വാക്കേ ഉള്ളൂ, നീ ക്രിസ്ത്യാനിയായിക്കോ, നീ നസ്രാനിയായിക്കോ, നമുക്ക് ഒരുമിച്ച് വലിയ വാക്ക്. അവസാനം ഒരു പറഞ്ഞു, ഞങ്ങൾ പോയിക്കോ, എനിക്ക് ഇസ്ലാം എന്തായാലും വിടാൻ പറ്റില്ല, ഞാൻ എന്റെ വാപ്പനും ഇമ്മനും എന്റെ നാടും വിട്ടുവന്നു, ഈ ഇസ്ലാം ഞാൻ വിടില്ല. അപ്പത്തെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞത്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കണേ, നമ്മൾ വേറെ ആർക്കും വേണ്ടിയല്ല ജീവിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കാം. അവർ പറഞ്ഞായിക്കോട്ടെ, നിങ്ങൾ പോയിക്കോട്ടെ, എനിക്ക് നിങ്ങളെ ആവശ്യമൊന്നുമില്ല, നിന്നെ എന്റെ റബ്ബ് സംരക്ഷിക്കും. അവർ ഉറച്ചു നിന്നു. ആ സ്ത്രീനെ ഒറ്റക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ഒരു സാധാ സ്ത്രീന്റെ അവസ്ഥയല്ലല്ലോ, ഒരു ഗർഭിണിയായിരിക്കണ അവസ്ഥയല്ലേ. ആ അവസ്ഥയിൽ കഴിഞ്ഞു. അവരൊരു പെൺകുട്ടിക്ക് ജന്മം നൽകി, ഒരു കുട്ടി ഒരു ഉമ്മയായി ഏതോ നാട്ടിൽ. ഒറ്റ കാലിക്ക് എത്ര വിഷമനുഭവിച്ചിട്ടുണ്ടാവും. അയാള് നസ്രാനിയായിട്ട് പോയിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് നിർദ്ദന ശാസ്ത്രങ്ങൾക്ക് വിവരം കിട്ടുന്നത്, ഇത്ര ദൂരത്ത് നിന്ന് അബൂ സുഫിയാന്റെ മോളെ അവളെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ നിർദ്ദന ശാസ്ത്രത്തിലുള്ള തങ്ങൾ ഇവിടുന്ന് പോകുന്ന സംഘത്തിന്റെ കൂടെ അയച്ചു. നജ്ജാശി രാജാവിനോട് പറഞ്ഞു, അങ്ങനെ 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 കാര്യങ്ങളുടെ ഞങ്ങൾ അവിടുത്തെ നേതാവിന്റെ മകളാണ് അവര് എന്നൊക്കെ പറഞ്ഞിട്ട് നിബിധന ശാസ്ത്രം തങ്ങൾ അവരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആരെ? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അങ്ങനെ നജ്ജാശി രാജാവ് വലിയ മഹർ കൊടുത്തിട്ട് നബിതങ്ങൾ ശാസ്ത്രം തങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവരെ വിവാഹം നടത്തി. ഇന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളാണ്. വലിയ ഭാഗ്യം അവർക്ക് വേറെ എന്താ കിട്ടുക? ലോകത്ത് അള്ളാന്റെ ഭൂമിന്റെ തൊലിപ്പുറത്ത് ഒരു സ്ത്രീക്ക് കിട്ടാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ശാസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളെ ജീവിത പങ്കാളിയാവുന്നേക്കാൾ വലുതെന്തല്ലത്. ഒരൊറച്ച് ദീനിൽ നിന്നപ്പം അല്ലാഹു തആല എന്ത് കൊടുത്തു? അല്ലാഹു തആല അവർക്ക് ഏറ്റവും ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലുള്ള വിജയം അല്ലാഹു തആല കൊടുത്തു. നബിതങ്ങൾ സാധനങ്ങളെ ഭാര്യ പറഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ? പിന്നീട് അബൂ സുഫിയാൻ മുസ്ലിം ആവാൻ വരെ കാരണം ഈ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വിവാഹമാണെന്ന് താരിഖിൽ എഴുതി. മക്ക ഫതഹിന്റെ അബൂ സുഫിയാൻ മുസ്ലിം ആയത് എന്റെ മോളോട് ചെയ്ത നബിതങ്ങൾ സാധനങ്ങൾ ചെയ്ത
ആ ഉപകാരം, ആ ഏറ്റെടുക്കൽ. സത്യത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി വിട്ടുക്കുമ്പോ അള്ളാഹു തആല വഴികൾ തുറന്നു തരും, ഉറപ്പായിട്ടും തുറന്നു തരും. അത് പെണ്ണോ ആണോ ആരായാലും അള്ളാഹ്ക്ക് വേണ്ടി വിടുക, ഇത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹാജർ റളിയല്ലാഹു അൻഹ കുട്ടിനെ ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. മക്കയിലുണ്ട് ഈ മക്കൾക്ക് ഒരു വിലയില്ല. താരിഖ് വായിക്കുമ്പോൾ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതലാണ് മക്കന്റെ ചരിത്രം. മക്ക മുമ്പേ ഉള്ളതാണ്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസാണ്. ആദ്യമായിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമിന്റെ പുറത്തുണ്ടാക്കിയ ഗേഹം ഏതാണ്? കഅബയാണ്. പക്ഷെ അത് പിന്നെ കാലങ്ങൾ കഴിഞ്ഞു പൊളിഞ്ഞു, അതായി ഇതായി ഒക്കെ ചെയ്തു. അവസാനം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പുതുക്കി പണിതു, ഇസ്മായിൽ അലൈഹി സ്വലാം. അപ്പം ഭാര്യനെയും മകനും ഇവിടെ കൊണ്ടുപോയി ഇട്ടു. സംസം ഉണ്ടായി. നമുക്കറിയില്ല, നമ്മളതൊക്കെ കാണണം കേൾക്കണാണ്. നമ്മളൊറ്റ കാലിക്ക് ഒരു ചെറിയ കൈക്കുഞ്ഞിന് ഒരു ഭാര്യനെ ഇവിടെ ഇട്ടിട്ട് പോവാം. ഹാജർ റളിയല്ലാഹു അൻഹ ചോദിച്ചത് എന്താണ്? ഞങ്ങൾക്ക് എവിടെങ്കിലും എടുക്കാൻ പോകണ ഒരു മറുപടി ഇല്ല. പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് വെറുതെ പോവല്ല, അല്ലാഹു അമറക ബിഹാദ, അള്ളാഹു കൽപ്പിച്ചതാണോ. അപ്പോ ഉടനെ ഇബ്രാഹിം അലൈഹി സ്വലാം അതേ എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ആ പ്രശ്നം തീർന്നു. പിന്നെ ഹാജർ റളിയല്ലാഹു അൻഹയുടെ വർത്താനം എന്താണ്? ഇതല്ല യുളയ്യഅനല്ലാഹ്, എന്നാ അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല. അതോടുകൂടി അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ പിന്നെ പാഴാക്കൂല. ഉറച്ചു നിന്നില്ലേ, ഒറ്റക്ക് നിക്കല്ലേ. നമ്മൾ അറിവ് പോയിട്ട് ഒരാളെ കാണാതായാലും നമ്മൾ ബേജാറോ. ഈ ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ഇടയിൽ അവിടെ AC ഉണ്ട്, ലൈറ്റ് ഉണ്ട്, പിന്നെ സംസം വെള്ളം ഉണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് ബേജാറാണ് ആളെ കണ്ടില്ലേ. ഇതൊറ്റക്ക് ഒരു ഉമ്മനെ ഒരു കുട്ടിനെ ഇവിടെ ആക്കിയിട്ട് ഈ പാറക്കെട്ടിന്റെ ഉള്ളിൽ ഈ കാണുന്ന ജബൽ ഉമറും അതേമാതിരി തന്നെ ജബൽ അബി ഖുബൈസിന് ആ കൊട്ടാരമുള്ളതൊക്കെ മലായിട്ട് നിന്നാൽ എന്തേക്കും അവസ്ഥ? ഫുള്ള് മലന്റെ ഉള്ളിലെ ചെറിയൊരു ഒരു ഒരു മാത്രമുള്ള സ്ഥലല്ലേ. പാറകൾ പഴുത്ത് ചൂടാവും. അതിനിടയിൽ ആ കുട്ടി ഉമ്മി ഒറ്റയ്ക്ക് നിൽക്കാൻ. വെള്ളത്തിന് സംവിധാനം അല്ല ഉണ്ടാക്കി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജിദ്ദ പോയി നിന്നൊന്നുമല്ല, നേരെ വിട്ടു എടുക്ക് ഫലസ്തീനിലേക്ക്. പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അങ്ങോട്ട് വന്നത്. വേറൊരു വിവരം അറിയാനുള്ള ഒരു വഴിയില്ല, വാട്സപ്പോ ഒരു സാധനം ഇല്ലല്ലോ. എന്തായിരിക്കും കഴിഞ്ഞു നടന്നിട്ടുണ്ടാവുക? അവസാനം അള്ളാഹുവിന്റെ കൽപ്പന വന്നത് വീണ്ടും പോണം മക്കത്തേക്ക്. മകനെ അറുക്കണം എന്ന് പറഞ്ഞു. മകനെ കൂട്ടിക്കൊണ്ടുവരാനല്ലോ, മകനെ അറുക്കാനാണ്. മകനെ അറക്കാൻ വേണ്ടിട്ട് വന്നു. മകനെ കൂട്ടി മിനയിലേക്ക് പോയി. അറുക്കുന്ന സ്ഥലത്ത് മകനോട് ചോദിച്ചു, മോൻ എന്നെ അറക്കണം എന്നാണ് അള്ളാന്റെ കൽപ്പന. ഫൻദുർ മാദാ തറ, എന്താ എന്റെ അഭിപ്രായം? അപ്പൊ ആ കുട്ടി പറഞ്ഞ വാക്കെന്താണ്? സത്യത്തിൽ നമ്മൾ ആലോചിക്ക്, ഭാര്യനെയും കുട്ടീനെയും ഒരു സ്ഥലത്താക്കിയിട്ട് ഒരാൾ പോകുന്നു. കുറെ കൊല്ലം കഴിഞ്ഞിട്ട് മകനെ അറക്കാൻ ചെന്നാൽ എന്തെങ്കിലും, മകനെ അറക്കാൻ ചെല്ലണ്ട, മകനെ കൂട്ടിപ്പിടിക്കാൻ ചെന്നാൽ മതി. അപ്പം തന്നെ കേൾക്കാം. അപ്പത്തിന് വാപ്പനെ പറ്റി വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നിന്റെ ഉപ്പൻ ഇട്ടേച്ച് പോയതാണ്, തിരിഞ്ഞു നോക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഉമ്മത്തിലാണ് കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് വാപ്പക്കെതിരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഉണ്ടാവും. നിന്റെ വാപ്പ എങ്ങനത്തെ ആളാണ്, അങ്ങനത്തെ ആളാണെന്നൊക്കെ പറഞ്ഞു. ഇത് എന്താ വന്ന കൂട്ടിക്കൊണ്ടുപോവാണ് ഒറ്റക്ക്, ഉമ്മനോടത്തിട്ട് അറക്കാൻ കൊണ്ടുപോവാണ്. എന്നാ നീയും പോരെന്ന് പറഞ്ഞില്ല. ഹാജറാബീനെ കൊണ്ടിട്ടില്ല. എവിടേക്ക്? മിനയിലേക്ക് ഒറ്റക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് മോനോട് ചോദിക്കാണ്, മോനന്റെ അഭിപ്രായം എന്താണ്? കുട്ടി പറഞ്ഞത് എന്താണ്? അവൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ അർത്തോളിപ്പാന്നല്ല പറഞ്ഞത്. അങ്ങനെ ആ കുട്ടി പറഞ്ഞിട്ടേ ഇല്ല. ആകെ പറഞ്ഞത് എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തോളി. അർക്കാനാണ് അർക്കാൻ. എന്താണോ കൽപ്പിക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ വന്നത് കൽപ്പന പൂർത്തിയാക്കാൻ വന്നതാണ്. അതാണ് ആ മോന്റെ വാക്ക്. ഈ ചെറിയ കുട്ടി എവിടുന്ന പഠിച്ച്? ദീനിയത്തുണ്ടായിഞ്ഞോ? അൽഫലായി. ഈ കുട്ടി പഠിച്ചത് ഉമ്മാന്റെ അടുത്ത്. വേറൊരു കുട്ടിണ്ട്, ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് അലൈഹി സ്വലാമിന്റെ മോൻ. വെള്ളം അങ്ങനെ കാലിന്റെ അടുത്തെത്തിന്. ഖുർആൻ പറയാൻ, പർവ്വതങ്ങൾക്ക് സമാനമായ തിരമാലകളുടെ ഇടയിലൂടെയാണ് എന്ത് പോണത്? കപ്പല് പോണത്. അപ്പോഴാണ് മകനോട് പറഞ്ഞ യാ ബുനയ്യർകം മാനാ വലാ തകും മഅൽ കാഫിരീൻ, മോനെ ഈ ഇതിൽക്ക് കേറിക്കോ, നീ കാഫിരീങ്ങളെ കൂട്ടത്തിൽ ആവല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാ മകൻ പറഞ്ഞത്, ഉപ്പ ഞാന് ആ മലന്റെ ഉച്ചിയിൽ കയറി ഞാൻ എന്ത് ചെയ്തോളാം? രക്ഷപ്പെട്ടോളാം. നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു, ലാ ഹാസിമൽ യൗമ മിൻ അംരില്ലാ, ഇത് അള്ളാന്റെ കൽപ്പനയാണ് മോനെ, ഈ വിചാരിച്ച വെള്ളമല്ലത്, ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, നിൽക്കുന്നു പറഞ്ഞു. സഹാബി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ എന്നാണ് മകൻ പറഞ്ഞത്. ഞാൻ ആ മലന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം.
നൂഹ് അലൈഹി സ്വലാം പറഞ്ഞു ലാ ആസിമൽ യൗമ മിൻ അംരില്ല, ഇന്ന് അള്ളാന്റെ കൽപ്പനയാണ് മോനെ, ഇതൊന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഫഹാല ബൈനഹുമുൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ. വാപ്പി മോനും ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോൾ വെള്ളത്തിലട് മുങ്ങി മരിച്ചു എന്ന് ഖുർആൻ പറയാണ്. വാപ്പന്റെ മുന്നിന്ന് മുക്കിക്കൊന്നു. ആരെ? വാപ്പ പറഞ്ഞ ആരാ? ഒരു നബിയാണ്, ഉലുൽ അസ്മിൽപ്പെട്ട. നമ്മൾ മനസ്സിലാക്കണേ ഇതും മോനാണ് അതും മോനാണ്. ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ഇവിടുത്തെ വ്യത്യാസം എന്താ പറഞ്ഞാ, ആ ഉമ്മക്ക് ദീനില്ല. ദീനില്ലാത്ത ഉമ്മാന്റെ മോന് രക്ഷപ്പെടുത്താൻ വേണ്ടി കപ്പലിൽ കയറാൻ പറഞ്ഞിട്ടും കൂടി എന്തായില്ല, കേറിയില്ല. അല്ലാതെ കുടുക്കാനൊന്നല്ലല്ലോ, അറക്കാനൊന്നല്ലല്ലോ, രക്ഷപ്പെടുത്താൻ കപ്പലിൽ കയറാൻ പറഞ്ഞതാണ്, അവൻ കേറിയില്ല. ഇവിടുത്തെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹ അള്ളാനെ മനസ്സിലാക്കിയ ദീനുള്ള പെണ്ണായോണ്ട് ആർക്കാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു യാ ബത്തിഫൽ മാതുമ്മൻ, എന്താണ് കൽപ്പിക്കപ്പെടാതെ ചെയ്തോളി. എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടോ? ഇതാണ് ദീൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും. ഏത് ഭൂമിന്റെ മുകളിലായാലും ശരി. അത് മക്ക അള്ളാഹ്ക്ക് കണക്കാണ്. മക്കത്താണ് അബൂജഹൽ ഉള്ളത്, മക്കത്താണ് അബൂലഹബ് ഉള്ളത്, മക്കത്താണ് സകല പോക്കിരിമാരുണ്ടായിരുന്നത്. അതുകൊണ്ട് മക്ക, മദീന, അമേരിക്ക, ലണ്ടൻ ഒക്കെ അള്ളാഹ്ക്ക്, അള്ളാഹ്ക്ക് അള്ളാന്റെ ഒന്നാണ്. ഇവിടെ ഉള്ള ജീവിക്കുന്ന മനുഷ്യരിൽ എന്താണുള്ളത് എന്നാണ് അള്ളാഹ് നോക്കുന്നത്. നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. മുനാഫിക്കീങ്ങൾ നബിതങ്ങൾ തങ്ങളുടെ കാലിന്റെ ചോട്ടിലുണ്ടായിരുന്നു. ഒറ്റ നിസ്കാരം കളയാതെ മസ്ജിദ് നബവിയിൽ തങ്ങളുടെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. മുനാഫിക്കീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമീസ് കൊടുത്തിട്ടുണ്ട്. അതിലാണ് അയാളെ കബറടക്കിയത്, കഫം പൊതിഞ്ഞത്. എന്തിന്? തങ്ങളുടെ കമീസിൽ. അതിന്റെ പേരിലായക്ക് എന്ത് കിട്ടി? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മക്കയിലായാലും മദീനയിലായാലും ഏത് നാട്ടിലായാലും നമ്മളിൽ ഉണ്ടാവേണ്ടത് അള്ളാന്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിതം. അത് നമ്മൾ ഉണ്ടാക്കുക. നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടാക്കുക. ദീൻ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അത് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ. ദീനിന്റെ അർത്ഥം എന്താണ്? ഭയങ്കര സുഖമായിട്ടുള്ള ജീവിതം ഒന്നും നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ കണ്ട ഒരു സ്വപ്ന ജീവിതം ഉണ്ട് ഭൂമിയിൽ. ഭയങ്കര സെറ്റപ്പില്, ഭയങ്കര ആക്റ്റില്, വലിയ വണ്ടി, വലിയ വീട്, നല്ല കുട്ടികളൊക്കെ ഉഷാറായ, അതിന്റെ കൂട്ടത്തിൽ ഒരു ദീന്. അതിന്റെ കൂട്ടത്തില് ഒരു ദീൻ. നല്ല ശമ്പളം ഉണ്ട് ഭർത്താവിന്, അല്ലെങ്കിൽ നമുക്ക് നല്ല പൈസ ഉണ്ട്, നല്ല ഉഷാറാണ്, നല്ല ഫുഡ്, നല്ല പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ദീൻ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പാടാണ്, നമ്മൾ പ്രയാസമാണ്, പണിയില്ല, കഷ്ടപ്പാടാണ്. അപ്പൊ നിങ്ങൾ അതിന് നോക്കിയാൽ പോരാ, അല്ലെങ്കിൽ ഇപ്പോഴപ്പങ്ങൾ പോരാ. ഇല്ല. നമ്മളെല്ലാ അവസ്ഥയിലും ദീൻ. സഹാബാക്കൾ പട്ടിണി നടന്നപ്പോൾ അവർക്ക് വലുത് ദീനായിരുന്നു. അവർക്ക് സുഖം കിട്ടിയപ്പോഴും ഓരോ വലുതെന്തായിരുന്നു? ദീനായിരുന്നു. അവർക്ക് രാജ്യങ്ങൾ കീഴടങ്ങി, അവർക്ക് സമ്പത്ത് വന്നു, അപ്പോഴും ഓരോ മെയിൻ സാധനം എന്തായിരുന്നു? ദീനായിരുന്നു. ഈ ദീനിനെ മുറുകെ പിടിക്കണം. ആകെ 10, 50, 60, 70 കൊല്ലത്തെ ജീവിതമല്ലേ. 70 എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സമാധാനമാണ്. നമ്മൾ പറഞ്ഞു ഇനിയും നമുക്ക് പറയണ്ടല്ലോ. എന്താരാ കണ്ടത് 7 പേരുണ്ടത്? ആൾക്കാർ അടിക്കടിക്ക് മരിച്ചോണ്ടിരിക്കാൻ, ആണും പെണ്ണും മരിച്ചോണ്ടിരിക്കാൻ, ചെറിയ വയസ്സിൽ ആൾക്കാർ മരിച്ചോണ്ടിരിക്കാൻ, ചെറിയ വയസ്സിൽ. നമ്മൾ ആലോചിക്കുക, നമുക്ക് എത്ര വയസ്സ് കഴിഞ്ഞു, നമ്മൾ എന്താ അതിൽ നേടിയെടുത്തത്, നമ്മൾ ഇന്ന് മരിക്കുകയാണ്, നമ്മൾ രക്ഷപ്പെടും. അത് മാത്രം ആലോചിച്ച് വേറെ ഒന്നും ആലോചിക്കണ്ട. ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ മരിച്ചാൽ രക്ഷപ്പെടുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. നമ്മൾ ചുമ്മാ അങ്ങനെ നമ്മളെ പറ്റി ആൾക്കാർ പറയണ്ടാവും ഭയങ്കര മഹാനാണ്, ഭയങ്കര മഹദിയാണ്, ഭയങ്കര ഫിക്കറാണ്, ഭയങ്കര അതാണെന്നൊക്കെ പറയണ്ടാവും. അതൊക്കെ അങ്ങനെ പറയുന്നല്ലാണ്ട് നമ്മളെ ആരാന്നുള്ളത് നമുക്കും നമ്മൾ അള്ളാഹ്ക്കും അറിയാം. നമ്മളെ ഇടയിലുള്ള ബന്ധം, അള്ളാന്റെ നമ്മളെ ഇടയിലുള്ള ബന്ധം എന്താന്നുള്ളത് സത്യത്തിൽ ആർക്കറിയാം? അള്ളാഹ്. ജനങ്ങൾ പോലെ ഇതും പറയും. അതുകൊണ്ട് നമ്മൾ ആലോചിച്ചു, നമ്മൾ ഈ കണ്ടീഷനിൽ മരിച്ചാൽ മതിയാവോ? നമ്മളെവിടെ എത്തുക? ആരാ നമ്മളെ കൂടെ ഉണ്ടാകുക? മരണം ഏത് സാഹചര്യത്തിൽ ആർക്കൊക്കെ വരാത്തത്? അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ബാക്കി അവസ്ഥകളൊക്കെ മാറി. പിന്നെ ഈമാനും അമലുകളും മാത്രമേ ഉള്ളൂ. കഫൻ തുണികൾ പൊഞ്ഞ് ഖബറുകളിലേക്ക് വെക്കും. ആണിന് വെക്കും, പെണ്ണിന് വെക്കും. പിന്നെ അവളെ മക്കളോ, അവളെ ഭർത്താവോ, അല്ലെങ്കിൽ അവന്റെ ഭാര്യയോ, അവന്റെ മക്കളോ, ഒന്നും അവർക്ക് പ്രശ്നമില്ല. ഒന്നും പ്രശ്നമില്ല. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി എന്തൊക്കെയാ അവസ്ഥകളുള്ളത്. നമ്മളെ അവസ്ഥ എന്തേക്കും? എത്രയോ സ്ത്രീകൾ മരിച്ചിട്ടുണ്ട്. ഓരോ കവർ വിട്ടേക്കാറുണ്ട്. ഓരോ ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിക്കാഹ് എടുത്തി. ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ച്, രണ്ടാളും തമ്മിൽ നിക്കാഹി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഭാര്യ മരിച്ചു, അയാളെ ഓളെ ഭർത്താവ് മരിച്ചു. നിനക്ക് വേറെ കോളെന്ന് ഞാൻ ചോദിച്ചു എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോ, അതിൽ മാർക്കറ്റിങ്ങിനൊക്കെ പോയിരുന്നു, പർച്ചേസിങ്ങിനൊക്കെ പോയിരുന്നു എന്നുണ്ട്. രണ്ടിലും കുട്ടികൾ. ഇത്രയേ ഉള്ളൂ ദുനിയാവ്.
മരിച്ചെടുക്കുന്ന രണ്ടാളും ഖബറിലുള്ളത്. ഒരാളെ ഭർത്താവ് ഖബറിലാണ്, ഒരാളെ ഭാര്യ ഖബറിലാണ്. ഒരു ഭർത്ത് വേറെ ജീവിതമുണ്ട്. ബാക്കിയുള്ള ഇവിടെ സ്വർണ്ണോ, ഇവിടുത്തെ വീടോ, ഇവിടുത്തെ സെറ്റപ്പോ, ഇവിടുത്തെ പെരുമേ ഒന്നുമല്ല പോയി. അമലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ മുഴുവൻ മക്കിയും നമുക്ക് കിട്ടി. എന്താ കാര്യം? മുഴുവൻ മിസറിന്റെ അധികാരി കഴിഞ്ഞാല് മിസർ മാത്രമല്ല, ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളാണ് ഫിറോൻ. എന്നിട്ട് എന്താ ഫിറോൻ ഉണ്ടായത്? അതുകൊണ്ട് നമ്മൾ ഒറ്റക്ക് ആലോചിക്കും. നമ്മൾ ഈ കൂടലുകൾ ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ആരും കാണൂല എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. മൊബൈൽ ഫോണുകളിൽ നിന്ന് മനുഷ്യനെ നരകത്തേക്ക് കൊണ്ടാനുള്ള ഉപകരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാവൂല. മദ്യം അള്ളാഹു തആല പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. അള്ളാഹു തആല പറഞ്ഞാണ് മദ്യം ഒക്കെ നിരോധിച്ച കൂട്ടത്തിൽ പെട്ടതാണ്, ശൈത്താന്റെ അമലുകളിൽ പറഞ്ഞു. പക്ഷെ അള്ളാഹു തആല കള്ള് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, യസലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. ഖുർആൻ പറയുന്നു യസലൂനക അനിൽ ഖംരി വൽ മൈസിർ, ചൂതാട്ടത്തെ പറ്റി, ലോട്ടറിനെ പറ്റിയും, വൽ ഖംർ കള്ളിനെ കുറിച്ച് തങ്ങളോട് അവർ ചോദിക്കും. അള്ളാഹു പറയുന്നു യസലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ, അതിൽ ധാരാളം കുറ്റങ്ങളുണ്ട്, വലിയ പാപങ്ങളുണ്ട്. ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ പ്രയോജനമുണ്ട്, മൻഫഅത്തുണ്ട്. എന്തില്? മദ്യത്തിലും ചൂതാട്ടത്തിലും ജനങ്ങൾക്ക് പ്രയോജനമുണ്ട്. അല്ലാഹു തആല പ്രയോജനങ്ങളെ നിഷേധിച്ചിട്ടില്ല. വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ ഉപകാരത്തെക്കാളും വലുതെന്താണ്? അതിന്റെ പാപങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചേക്ക്. മൊബൈൽ ഫോൺ സെയിം സാധനമാണ്, 24 മണിക്കൂർ അത് കാണുകയാണ്. ഒഴിവുള്ളവരൊക്കെ അതിനനുസരിച്ച് കാണുകയാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. അതിലൂടെ വേണ്ടാത്ത അവസ്ഥകള്, അന്യ പുരുഷന്മാരായിട്ടുള്ള ബന്ധങ്ങള്, അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങള്, ഇതൊന്നും ആരും അറിയില്ല എന്ന് വിചാരിക്കാണ്. ഇതൊക്കെ ആരറിയുന്നുണ്ട്? ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമ്മളെ ഇതാക്കുന്നത്. യഅലമു ഖായിനത്തൽ അയ്നി വമാ തുഖ്ഫി സുദൂർ, നിങ്ങളെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ, നിങ്ങളെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ, ഇത് അല്ലാഹ് അറിയുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് അല്ലാഹ് തീരുമാനം എടുക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ നമ്മളെ ജീവിതത്തിനെ തഖ്വയിലേക്ക് കൊണ്ടുവരിക. തഖ്വ അനുസരിച്ച് ജീവിക്കണം എന്ന് ബുദ്ധിമുട്ടുണ്ടാവും, ഉറപ്പായിട്ടും. തീക്കണൽ പിടിക്കണ മാതിരി ഉണ്ടാവും. നമുക്കത് ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തഖ്വന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. കാരണം കാലഘട്ടത്തിന്റെ അവസ്ഥകൾ മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ ആഖിറത്തിലേക്കുള്ള തിരിഞ്ഞു നോട്ടം അത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മളെ മക്കളെ ദീനിയായി മനസ്സിലാക്കുക, നമ്മളും ദീനനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നവരായി മാറുക. സമയങ്ങൾ ഒഴിവാക്കിയെടുക്കുക. എപ്പോഴും സമയം ഉണ്ടാകുന്ന ആർക്കും അറിയില്ല. പ്രശ്നങ്ങളൊന്നും തീർന്നിട്ട് ഒരു പെണ്ണിനും ഒരാണിനും പോകാൻ കഴിയില്ല. അവസ്ഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് പുറപ്പെടുക. നാട്ടിലെല്ലാ പ്രശ്നം എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ കഴിയും? നമ്മളമ്മനെ, നമ്മളെ വാപ്പനെ, നമ്മളത് ഇത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോരുകയാണ് എല്ലാവരും. നമ്മൾ ആഗ്രഹിച്ചിട്ട് പോകണം, അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടണം. ഒന്ന് ഇൻഷാ അല്ലാഹ് എല്ലാം റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല എളുപ്പമാക്കുമാറാവട്ടെ. വരുന്ന ജമാഅത്തുകൾ ഇസ്തിഖ്ബാൽ ചെയ്യാം. നമ്മൾ നമുക്ക് വിചാരിച്ചമായിട്ടുള്ള ജമാഅത്ത് വരണം, അത് നമ്മൾ പൊട്ടത്തരാണ്. ജമാഅത്ത് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഒരു ഹോസ്പിറ്റൽ കാണാൻ വേണ്ടി പോയി, പോയതാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര ബിൽഡിങ്, ഭയങ്കര കളർഫുൾ, ഭയങ്കര ഉഷാറാണ്. അങ്ങനെ റൂമിൽ കയറിയാൽ ഒരാളെ കണ്ട് പരിചയപ്പെട്ടു. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് കാലിന് സുഖമില്ല, ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞു. അടുത്ത റൂമിൽ കയറി അയാൾ പറഞ്ഞു വയറിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. വേറെ ആൾ നട്ടലിന് സുഖമില്ല. പിന്നെ അയാൾ പോയി 10-15 റൂമിൽ കയറി വെക്കി. എല്ലാ റൂമിലുള്ള ഓരോ എന്താ പറയുന്നത് അസുഖങ്ങളാ പറഞ്ഞത്. അപ്പൊ അയാൾ പുറത്തിറങ്ങിയ സംഗതിയൊക്കെ ബിൽഡിംഗ് ഒക്കെ ഉഷാറിഞ്ഞു, പക്ഷെ ഒറ്റക്ക് ആരോഗ്യമില്ല. എല്ലാവരും രോഗികളാണ്. അപ്പൊ ഈ ഹോസ്പിറ്റൽ ആരുണ്ടായാലും ഹോസ്പിറ്റലിന്റെ പേരെന്നെ എന്താണ്? രോഗികളുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഹോം എന്നൊക്കെയാണ് പേരിടുന്നത്. രോഗികളുള്ള സ്ഥലത്തിന്റെ പേരാണ് ഹോസ്പിറ്റൽ തന്നെ. ആണോ അല്ലേ? ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന ആൾക്കാർ ആരോഗ്യന്മാരാ. അതേപോലെയാണ് ജമാഅത്തുകൾ എപ്പോഴും രോഗികളായിട്ട് വരുന്നതാണ്. പ്രത്യേകിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് ഭയങ്കര രോഗമുള്ള ആൾക്കാരെ. മനസ്സിലായില്ല? നിങ്ങളിലേക്ക് ഭയങ്കര സെറ്റപ്പുള്ള ആൾക്കാരെ നിങ്ങൾ കയറ്റി അയക്കണത്. അമേരിക്കക്ക് കൊണ്ടാലാരെ? നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ആരാ ഉണ്ടല്ലോ? ഇവിടെ നിന്നും ഇന്ത്യയിൽ ചികിത്സിച്ചിട്ട് ശരിയാവാത്തതിനാണ് എന്ത് ചെയ്യല്?
അതുകൊണ്ട് വിദേശത്തേക്ക് വരുന്നുണ്ട്, മക്കത്തേക്ക് വരുന്നുണ്ട്, മദീനത്തേക്ക് വരുന്നുണ്ട്, ജിദ്ദയ്ക്ക് വരുന്നുണ്ട്. അവ മുത്തക്കിയത്തുകളാണ്. പിന്നെ ഭയങ്കര എന്തോ ആയിഷ റളിയല്ലാഹുവിന്റെ മാതിരില്ല എന്നൊക്കെ ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കബീബിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ പാവങ്ങളാണ്. ആ നാട്ടിൽ മലപ്പുറത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ അല്ലെങ്കിൽ UP-ലോ അല്ലെങ്കിൽ സേലത്തോ തമിഴ്നാട്ടിലൊക്കെ പാവം സ്ത്രീകൾ ഒരു ഫ്ലൈറ്റും കൂടി ആദ്യമായിട്ട് ജീവിതത്തിൽ കയറുണ്ടാകാം. ഓർക്കൊന്നും അറിയലുണ്ടാവില്ല. ഓല് ഭർത്താക്കന്മാർ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അള്ളാന്റെ മാർഗത്തിൽ വരാന്ന് വിചാരിച്ച് നമ്മളിവിടെ വന്നല്ല കണ്ണൊക്കെ തെളിഞ്ഞു സാറായിട്ട് ഓലൊന്നും പറ്റാതെ കാരണാല് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള നടപടി വരുന്നതിനെ നിങ്ങൾ പേടിച്ചു. മനസ്സിലായില്ലേ? നമ്മളാരാന്നൊക്കെ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് വരുന്ന ജമാഅത്തുകൾ ഭയങ്കര ഇക്രാമുണ്ട്. അതിൽ പല കോലുള്ള ആൾക്കാരുണ്ടാവും, പല സ്വഭാവത്തിലുള്ള ആൾക്കാരുണ്ടാവും. നന്നാക്കാൻ കൊണ്ട് വരില്ലത്. ഹോസ്പിറ്റലിൽ ഒരാളെ കാലിൽ നിറച്ച് ചെലുണ്ട്. ഈ ചെലയിട്ടാ ഹോസ്പിറ്റലിലേക്ക് വന്ന ഒരു ഡോക്ടറും ചോദിക്കോ അതിന്റെ പണിയാണല്ലോ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതൊക്കെ ആക്കി കൊടുക്കാന്ന് ആണോ? അല്ല വൈ ചെലുണ്ടാവും, പലതുണ്ടാവും. അത് നമ്മൾ നോക്കാം. നമ്മളാ ഡോക്ടർമാർ ഒരിക്കലും നോക്കൂലല്ലോ. എന്താ കാര്യം? അയാളോട് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു കുട്ടി ഒരു മതിലിന് മുകളിൽ അയക്ക് ചാടി. അപ്പൊ ഒരു കാട് വെട്ടിയിട്ട് ഒരു കുറ്റി ഉണ്ടായി. കുറ്റി എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു ഇത് അതിന്റെ മുകൾക്കാ ചാടിയത്. അത് കാലിന്റെ അടി കൂടെ കയറിയിട്ട് മുകളിലെ ഭാഗത്ത് നിന്ന് തുരന്ന് കയറിയിട്ട് ആ കുറ്റി പൊട്ടിയിട്ടുണ്ട്. ചോര അങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കാണ്. വാപ്പക്ക് വലിക്കാൻ ധൈര്യമില്ല, ഊരിയെടുക്കാൻ. ഉമ്മാക്ക് ഊരിയെടുക്കാൻ ധൈര്യമില്ല. അവസാനം ഹോസ്പിറ്റലിൽ ഉണ്ട്. ഡോക്ടർ കണ്ടിട്ട് പറയാണ്, അള്ളാ ഇതെന്താ കാട്ട്, ഈ കുട്ടിക്ക് ഭയങ്കര വേദന ആകുമല്ലോ എന്ന് ചോദിച്ചാൽ എന്താ ഉണ്ടാവുക? പക്ഷെ ഡോക്ടർമാരൊന്നും നോക്കില്ല, വലിച്ചു ഊരൂലേ. ഇത് തന്നെയാണ് പണി. നമ്മളെ നാട്ടിൽ നിന്ന് ഓരോ ജമാഅത്തുകൾ കയറ്റിയാക്കുന്നത് ഇതിനാണ്. നിങ്ങൾ ഇവിടുന്ന് വലിച്ചു ഊരാനാണ്. അല്ലാതെ നിങ്ങൾ ഓരോ കുറ്റിയാന്നും പറഞ്ഞിട്ട് ഓരോ പറഞ്ഞേക്കാനല്ല. അതുകൊണ്ട് വീട്ടിൽ വരും, പല അവസ്ഥയിലുള്ള ആൾക്കാർ വരും, എന്തൊക്കെ സ്ത്രീകൾ വരും. ഓരൊക്കെ സഹിക്കുക, ക്ഷമിക്കുക, ഓർക്ക് ഖിദ്മത്ത് ചെയ്യുക, ഓരോ നല്ല ഗുണങ്ങളോട് കൂടി പറഞ്ഞേക്കുക. ഓരോ കുറ്റം പറയലോ അല്ലെങ്കിൽ ഓരോ കുറവ് പറയലോ അല്ല. അതുകൊണ്ട് എല്ലാ വീടുകളും ഇസ്തിഖ്ബാലിന് റെഡിയാണ്. പോയി റെഡിയല്ലേ നിങ്ങള്? ഒരു ജീവനില്ല ഞങ്ങൾക്ക്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളാണ് റെഡിയാണ്ടത്. ഏത് ചെറിയ വീട്ടിലും. ഇപ്പൊ നിസാമത്തിൽ ഉണ്ടാണ്ട് ഞാൻ 40 ദിവസം നിസാമ യക്കു മുസ്ലിമാണ് ഒരേ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കാണ്. സെലക്ഷൻ കറക്കില്ല തുമ്ലോ കോന്നെ നിൽക്കുന്നുണ്ട്. വീടൊക്കെ പോയിട്ട് ഇത് പറ്റൂ ഇത് പറ്റൂല എന്ന് പറയുന്നത് ആരാണ്? വീടായ മതിയെന്ന്. കാരണം അവിടെ മുർത്തത്താകണ മനുഷ്യന്മാര് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നിങ്ങൾ വീടിന്റെ ചൊർക്കും അവസ്ഥ നോക്കണം. അത്ര പറഞ്ഞു. ഏതെങ്കിലും സ്ഥലത്ത് ഹർ ഗർമേ ഗുസാവോ എല്ലാ വീട്ടിലും കേറി, എല്ലാ വീട്ടിലും കേറ്റി. അതുകൊണ്ട് എല്ലാരും പറഞ്ഞ് തയ്യാറാക്കി മലയാളികളുടെ വീട്ടിലും അല്ലാത്ത വീട്ടിലും ഒക്കെ ജമാഅത്തുകൾ നിൽക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നാൽ ഭാഗ്യമായിട്ട് കാണണം. നമുക്ക് ഹൈറുണ്ടാവും എന്ന് വിചാരിക്കുക. കുറവുകൾ നമ്മൾ നോക്കരുത്. ചെയ്യൽ ഇൻഷാ അല്ലാഹ്. അള്ളാഹ് നമുക്ക് അമൽ ചെയ്ത് ഉപയോഗിക്കുന്നതാകട്ടെ. അള്ളാഹ് നമ്മളെ ദുനിയാവ് ആഖിറത്ത് നന്നാക്കി തീരുമാനമാവട്ടെ. ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതം നമുക്ക് നന്നാക്കി തീരുമാനമാവട്ടെ. നമ്മളെ മക്കളി നമ്മളെല്ലാവരും അള്ളാഹു സാലിഹ്യങ്ങളാക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാ നന്മകളിലേക്ക് നമ്മളെ കുടുംബങ്ങളെയും വഴി നടത്തുമാറാവട്ടെ. ദീന്റെ പരിശ്രമം മരിക്കണ വരെ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദീർഘനാളുകൾക്ക് വേണ്ടി ദൂര രാജ്യങ്ങൾക്ക് വേണ്ടി പഠിച്ച നമ്മളെല്ലാവരും കബൂലാക്കുമാറാവട്ടെ. നമ്മളെ മക്കളൊക്കെ പഠിച്ച സാലിഹ്യങ്ങളാക്കി തീരുമാനമാവട്ടെ. നമ്മളെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ അള്ളാഹ് മാറ്റി തീരുമാറാവട്ടെ.